Hi all, it's me JKK from JKK for you. So ഒരു മൂവി റിവ്യൂ ആണ് കൽക്കി 2898 AD. സോ ഫൈനലി കൽക്കി സിനിമ കണ്ടു. മിത്തോളജിക്കൽ സയൻറ്റിഫിക് ഫിക്ഷൻ സിനിമയാണ്. സോ ഒരു നമ്മുടെ മിത്തോളജി മഹാഭാരതവും അതോടൊപ്പം തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകവും കൂടി കാണിക്കുന്ന ഒരു സയൻറ്റിഫൈ സിനിമയും കൂടിയാണ് ഇത്. നാഗശ്വിനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ വൈജയന്തി മൂവീസ്. ഈ സിനിമ കേരളത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് ആണ്. ഇനി നമുക്ക് സിനിമയുടെ കാസ്റ്റിലേക്ക് പോകാം. ബിഗ് ബി, അമിതാഭ് ബച്ചൻ ആസ് അശ്വത്ഥാമ, മഹാഭാരതത്തിലെ ആ ഒരു ക്യാരക്ടർ അശ്വത്ഥാമ അതിഗംഭീരമായിട്ട് ബിഗ് ബി ചെയ്തിട്ടുണ്ട്. കമലഹാസൻ ആസ് സുപ്രീം യാഷ്കിൻ ഇത് വില്ലൻ റോളാണ്. കമലഹാസൻ വേറൊരു അവതാറിലാണ് ഈ സിനിമയിൽ. പ്രഫാസ് ആസ് ഭൈരവ. പിന്നെ ക്ലൈമാക്സിൽ ഒരു റിവീൽ ചെയ്യുന്ന ഒരു ട്വിസ്റ്റ് ക്യാരക്ടറും കൂടിയുണ്ട് പ്രഫാസിന്. ദീപിക പദുക്കോൺ ആസ് SUM80 അല്ലെങ്കിൽ സുമതി. ദീപിക പദുക്കോൺ ആണ് ഈ സിനിമയിലെ ഒരു പൈലോട്ടൽ ലേഡി ക്യാരക്ടർ. ദെൻ ദിശ പട്ടാണി ആസ് റോക്സി. കുറച്ച് സീൻസിലേ ഉള്ളൂ എങ്കിലും കൊള്ളാം. പിന്നെ ശോഭന മാം ആസ് മറിയം, ദ ലീഡർ ഓഫ് ശംബാല. ശോഭന മാം കൊള്ളാം, കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളെങ്കിലും ശംബാല സീൻസ് കാണിക്കുന്ന ഭാഗങ്ങളിലേ ഉള്ളെങ്കിലും കൊള്ളാം. പിന്നെ ബുജി, ഒരു ആനിമേറ്റഡ് ഒരു AI ടെക്നോളജിയാണ് ബുജി. ആ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് കീർത്തി സുരേഷാണ്. പിന്നെ അന്നാബെന്നും ഈ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, കൈറ. പിന്നെ വേറെ കുറേ താരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതിഥി താരങ്ങളായിട്ട് നമ്മുടെ ദുൽഖർ സൽമാനുണ്ട്, പിന്നെ വിജയ് ദേവരകൊണ്ടയുണ്ട്. ദുൽഖർ സൽമാൻ ഒരു ക്യാപ്റ്റനായിട്ട്, വിജയ് ദേവരകൊണ്ട ഒരു മഹാഭാരതത്തിലെ അർജുൻ. പിന്നെ മൃണാൽ താക്കൂർ ആണ് അസ്യൂമഡ്. നമ്മൾ ആദ്യം കാണുമ്പോഴുള്ള ഒരു അസ്യൂമഡ് കൽക്കി മദറായിട്ട് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ മൃണാൽ അല്ല, അത് ദീപിക പദുക്കോണാണ് ശരിക്കും. പിന്നെ മാലവിക നായർ ആസ് ഉത്തര, അതും ഒരു മഹാഭാരത ക്യാരക്ടറാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഈ കൽക്കി സിനിമ കടന്നു പോകുന്നത് 3 പ്രദേശങ്ങളിലൂടെയാണ്, 3 ഭാഗങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ചും കാശി, പിന്നെ കോംപ്ലക്സ്, പിന്നെ ശംബാല. ഈ 3 ഭാഗങ്ങളിലൂടെയാണ്. സോ കാശി, കോംപ്ലക്സ് ആൻഡ് ശംബാല. അപ്പോൾ ഇതിലെ കോംപ്ലക്സിലുള്ള ഒരു സുപ്രീമാണ് നമ്മുടെ കമലഹാസൻ, ദ വില്ലൻ സുപ്രീം യാഷ്കിൻ, കമലഹാസൻ്റെ റോള്. പിന്നെ ശംബാലയാണ് നല്ല ആൾക്കാർ വസിക്കുന്ന സ്ഥലമെന്ന് സിനിമയിൽ കാണിക്കുന്നത്. അവിടത്തെ ഒരു ലീഡറൊക്കെയാണ് ശോഭന മാം, പിന്നെ നമ്മുടെ അന്നാബെന്നൊക്കെ തന്നെ. പിന്നെ ദീപിക പദുക്കോണാണ് ഈ സിനിമയിൽ കൽക്കിയെ വഹിക്കുന്ന മദറായിട്ട് വരുന്നത്. കൽക്കി ഇതുവരെയും അവതരിച്ചിട്ടില്ല. സോ അത് നെക്സ്റ്റ് പാർട്ടിലേ വരത്തുള്ളൂ. ഇതൊരു യൂണിവേഴ്സ് സിനിമയാണ്, സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. സോ കൽക്കി ആരാണെന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ അത് ആരാണെന്നൊക്കെ. പിന്നെ സിനിമയുടെ ഒരു മൊത്തത്തിൽ പറയുമ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ മഹാഭാരതം യുദ്ധം ക്ലൈമാക്സ് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അശ്വത്ഥാമ സീൻ വിത്ത് ശ്രീകൃഷ്ണ, അത് ഗംഭീരമാണ്. പിന്നെ സിനിമ ത്രൂഔട്ട് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ ബിഗ് ബി, അമിതാഭ് ബച്ചനും പ്രഫാസും കൂടിയുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ അതിഗംഭീരമാണ്. അതിൽ അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ് എൻ്റെ പൊന്നോ സൂപ്പറാണ്. അമിതാഭ് ബച്ചൻ ഈസ് സംതിങ് സ്പെഷ്യൽ ഈ സിനിമയിൽ ഓവറോൾ അശ്വത്ഥാമ. പിന്നെ ക്ലൈമാക്സിലെ ഫൈറ്റുകളും കൊള്ളാം, അതിഗംഭീരമാണ്. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ അതിഗംഭീരമാണ്. പിന്നെ ഇതിലെ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളത് സന്തോഷ് നാരായണനാണ്. പുള്ളിയുടെ പാട്ടുകൾ തീർച്ചയായിട്ടും തീം ഓഫ് കൽക്കി ആൻഡ് ബുജി തീമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഉണ്ട് ഈ സിനിമയിൽ ഭൈരവ ആന്തം, പിന്നെ തക്കര, പിന്നെ ഹോപ്പ് ഓഫ് ശംബാല, പിന്നെ കേശവ മാധവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ടുകളാണ് ഉള്ളത് ഈ സിനിമയിൽ. എനിക്ക് കുറച്ചൊരു ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതിലെ തീം സോങ് തന്നെയാണ്, തീം ഓഫ് കൽക്കി തന്നെയാണ്. അത് ഗംഭീരമാണ്. പിന്നെ ബുജി തീം അതും കൊള്ളാം. ബാക്കിയുള്ളതൊക്കെ ഒക്കേഷാണ്. ഈ പറഞ്ഞ ഭൈരവ ആന്തവും തക്കര കോംപ്ലക്സ് സോങ്, പിന്നെ ഹോപ്പ് ഓഫ് ശംബാല ഒക്കെ ഒക്കേഷാണ്. ഓക്കെ, കേശവ മാധവ ഒക്കെ. ഓവറോൾ ഇതൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു യൂണിവേഴ്സിലെ ഫസ്റ്റ് സിനിമയാണ്. അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നാഗശ്വിൻ ആസ് എ ഡയറക്ടർ. പിന്നെ VFX, BGM, ക്യാമറ വർക്ക് എല്ലാം അതിഗംഭീരമാണ്. ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ് കൽക്കി തന്നെ. ഇനി ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് അതിഗംഭീരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും സംതിങ് സ്പെഷ്യൽ വൺ. Bye.